ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മസിനഗുഡിയാണ്. അപ്പം ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മസിനഗുഡിക്കുള്ള ബസ്സാണ് ഈ കാണുന്നത്. സാധാരണ നമ്മൾ മസിനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഊട്ടി വഴി മസിനഗുഡിയിലേക്ക്. തിരിച്ചുള്ള ഇറക്കം സാധാരണ തമിഴ്നാട് വണ്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി രജിസ്ട്രേഷൻ വണ്ടികൾക്കൊന്നും തന്നെ കല്ലട്ടി ചുരം വഴി തിരിച്ച് മസിനഗുഡിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മസിനഗുഡിയിൽ നിന്ന് കല്ലട്ടി ചുരം വഴി ഊട്ടിയിലേക്ക് വരാം, പക്ഷേ തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ റിവേഴ്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. മസിനഗുഡിയിലേക്ക് ഊട്ടിയിൽ നിന്ന് കല്ലട്ടി ചുരം വഴിയുള്ള യാത്ര. അപ്പോൾ ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികൾക്ക് മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ. നമ്മൾ കേരള രജിസ്ട്രേഷൻ വണ്ടിയിൽ വരികയാണെങ്കിൽ ഇത് പോസിബിൾ ആവത്തില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, തമിഴ്നാടിൻ്റെ ലോക്കൽ ബസ്സിലാണ് പോകുന്നത്. 36 ഏകദേശം 36 ഈ കല്ലട്ടി ചുരത്തിൽ 36 ഹെയർ പിൻ ബെൻഡുകളാണ് ഉള്ളത്. ഈ 36 ഹെയർ പിൻ ബെൻഡ് ചുറ്റി മുതുമല ഫോറസ്റ്റ് വഴി നമ്മൾ മസിനഗുഡിയിൽ എത്തിച്ചേരും. അതിൻ്റെ ടെറൈൻ മനോഹരമായ ടെറൈനാണ്. ഇപ്പം മഴയില്ലാത്ത സമയം, നല്ല വേനൽക്കാലമായതുകൊണ്ട് പച്ചപ്പൊന്നും കാണാനില്ല, എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. നല്ല മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും ഈ മലയിലൊക്കെ. അത് എവിടെ ഇപ്പോൾ അല്ലെങ്കിലും ആ തേയിലത്തോട്ടങ്ങളൊക്കെ ഇട്ട് പുതിയ പ്ലാന്റേഷൻ നടത്തിയാന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ ചെമ്മണ്ണായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള 36 ഹെയർ പിൻ ബെൻഡുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കുത്തനെയുള്ള ഇറക്കമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തമിഴ്നാടിൻ്റെ വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മസിനഗുഡി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകണം. ഗൂഡല്ലൂരിൽ നിന്ന് അടുത്ത ബസ് കയറി മസിനഗുഡിയിൽ പോകണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോകണം. 64 കിലോമീറ്റർ ഉണ്ട്. ഇത് ഏകദേശം 30 കിലോമീറ്റർ മാത്രമേ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരത്തുള്ളൂ. 30 കിലോമീറ്റർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അത് തിരക്ക് അനുസരിച്ച് അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടാം. ഞങ്ങൾ ഇന്നലെ പോയത് കോത്തഗിരിയിലേക്കാണ്. നല്ല ടെറൈനായിരുന്നു. നല്ല കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു ബസ്സിൽ പോയപ്പോൾ ഗുണം, നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല. ബസ്സിലിപ്പോൾ കുറേ കൂടെ ഉയരത്തിലിരുന്ന് കാണുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ചുരമൊക്കെ നമ്മൾ ഈ ബസ്സിലിരിക്കുന്നത് കാണുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ ഹെയർപിൻ ബെൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാറിലാണെങ്കിൽ അത് കാണാനായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവത്തതുമില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർപിൻ ബെൻഡുകൾ ഓരോന്നോരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് തന്നെ ഹെയർപിൻ ബെൻഡുകളുള്ളത്. അപ്പോൾ ഈ 36 ഹെയർപിൻ ബെൻഡുകളൊക്കെ പെട്ടെന്ന് കവർ ചെയ്തങ്ങ് പോകും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഹെയർപിൻ ബെൻഡൊക്കെ പോകും. ഡേഞ്ചറസ് ആയിട്ടുള്ള കർവുകളാണ്. നമ്മുടെ കൊല്ലി ഹിൽസ് ഒക്കെ ആണെങ്കിൽ ഇത്ര ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലി ഹിൽസിൽ പോയപ്പോൾ ഇങ്ങനെ ഡ്രോൺ ഷോട്ടിൽ കാണുമ്പോഴുള്ള വളഞ്ഞ് കിടക്കുന്ന റോഡിൻ്റെ ഭംഗിയാണുള്ളത്. പക്ഷേ അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഇറക്കമൊന്നും അല്ലത്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ ഇറക്കമൊക്കെ ഇറങ്ങി മുതുമല ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമതല പ്രദേശമാണിത്. ഇത് 2 സൈഡും കാടാണ്. ഒരു സൈഡിലെ വ്യൂ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു സൈഡിലാണ് ഇരിക്കുന്നത്, വലതു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ കാടൊക്കെ കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ് വേനൽക്കാലമായതുകൊണ്ട്. ഈ കാട്ടിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയൊക്കെ നിൽക്കുന്ന, ദൂരെയൊക്കെ ആയിട്ട് ആനയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. ആനയൊക്കെ ഉള്ള സ്ഥലമാണിത്. അതുപോലെ മാനുകൾ എല്ലാം ഉണ്ട്. അതുപോലെ ടൈഗർ റിസർവും കൂടാണിത്. നേരത്തെ ഒരു ബസ് വരുന്നുണ്ട്, അതുകൊണ്ട് മാറ്റി എടുക്കുന്നത്, റിവേഴ്സ് എടുത്ത് കൊടുക്കുന്നത്. 2 വണ്ടിക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റാത്തതുണ്ട്. അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ഒരു ബസ് വരികയാണ്, അതിനുവേണ്ടി ഒതുക്കി കൊടുക്കുകയാണ് വണ്ടി. ഇത് കാട് കഴിഞ്ഞ് ചെല്ലുന്നത് പിന്നെ ഒരു ജംഗ്ഷനുണ്ട്, അതാണ് മസിനഗുഡി. ചെറിയ കൊച്ചു കടകളൊക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് വീണ്ടും ഗൂഡല്ലൂർക്ക് പോവുകയാണ്. അതും മുതുമല ഫോറസ്റ്റ് ചുറ്റിയാണ് പോകുന്നത്. ധാരാളം മൃഗങ്ങളെ നമുക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇതിൽ ഞങ്ങളൊന്നും കണ്ടില്ല. ഈ യാത്രയിൽ ഒരു മാനിനെപ്പോലും കണ്ടില്ല.
ഉള്ളിലോട്ട് കയറിയാൽ ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം ഞങ്ങൾ മസിനാഗുഡി ടൗണിലെത്തിയിരിക്കുകയാണ്. ഇതാണ് മസിനാഗുഡി ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ വന്ന ബസ്സാണത്. ആ ബസ് തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ നേരെ ഗൂഡല്ലൂർക്ക് പോവുകയാണ്. ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് പോകും. ചുമ്മാല് ഫ്രാന്തൻ ട്രിപ്പ് അത്രയേ ഉള്ളൂ. മസിനാഗുഡി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ജീപ്പ് സഫാരി എടുക്കാം. പക്ഷേ നല്ല വെയിൽ സമയത്ത് പറ്റത്തില്ലത്. വൈകിട്ടാണെങ്കിൽ പറ്റും.